ആ സിനിമയുടെ വള്ളിയൂർ കാവിൽ എന്ന പാട്ട് ചിത്രീകരിക്കുന്നതിനിടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ചായിരുന്നു ചിത്രീകരണം. അതിനിടെ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം വിജയ് ശ്രീയുടെ മേൽമുണ്ട് പറഞ്ഞു പോകുന്നു. അത് സൂം ലെൻസ് ഉപയോഗിച്ച് സിനിമാ സംവിധായകനായിട്ടുള്ള കുഞ്ചാക്കോ ചിത്രീകരിക്കുകയും പിന്നീട് ആ ചിത്രങ്ങൾ വിജയ് ശ്രീയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അവസാനം ഗത്യന്തരമില്ലാതെ വിജയ് ശ്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. വിജയ് ശ്രീയെ കൊന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു കാലത്ത് സ്ത്രീകളെ ചൂഷണം ചെയ്ത് സുഖിച്ച പല നടന്മാരും ഇന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മലയാള സിനിമയിൽ സ്ത്രീ ചൂഷണത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരുണ്ട്. ഒരു കാലത്ത് തന്റെ സൗന്ദര്യം കൊണ്ട് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ നടി വിജയ് ശ്രീ. പക്ഷെ എന്തൊക്കെ ആയിട്ടെന്താ, വെറും 2 തുണ്ട് കയറിൽ തന്റെ ജീവിതം വിജയ് ശ്രീക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതെ, 1974 മാർച്ച് 17 വിജയ് ശ്രീ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് കേരള ജനത വായിക്കുന്ന ആദ്യത്തെ വാർത്ത വിജയ് ശ്രീയുടെ ആത്മഹത്യയായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു ആ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്തിനായിരുന്നു ഈ ആത്മഹത്യ? നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിശോധിച്ച് നോക്കാം. വിജയ് ശ്രീ ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഒരു സിനിമയായിരുന്നു. അത് ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത 1973 മാർച്ച് 30 പുറത്തിറങ്ങിയ പൊന്നാപുരം കോട്ടയായിരുന്നു. അതൊരു വടക്കം പാട്ട് സിനിമയായിരുന്നു. ആ ഒരു സിനിമയാണ് വിജയ് ശ്രീയെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. ഉദയ സ്റ്റുഡിയോയും വിജയ് ശ്രീയും തമ്മിലുള്ള ബന്ധം വളരെ അമേദ്യമായിട്ടുള്ള ബന്ധം തന്നെയായിരുന്നു. വിജയ് ശ്രീക്ക് സിനിമയിൽ ആദ്യം അവസരം കൊടുത്തതും വിജയ് ശ്രീയെ വലിയ നടിയാക്കി മാറ്റിയതുമൊക്കെ ഉദയ സ്റ്റുഡിയോ ആയിരുന്നു. 1961 ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ ആദ്യമായി വിജയ് ശ്രീ വേഷമിടുന്നത്. സിനിമയുടെ പേര് ഉണ്ണി ആർച്ച എന്നുള്ളതായിരുന്നു. സിനിമ സൂപ്പർ ഹിറ്റായി. പിന്നീട് 1962 പാലാട്ട് കോമൻ, 1970 ഉദയനന്റെ മകൻ, അതിനുശേഷം 1972 ആരോമൽ ഉണ്ണി, പിന്നീട് 1973 പൊന്നാപുരം കോട്ട. ഇതെല്ലാം വിജയ് ശ്രീ അഭിനയിച്ച ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ സൂപ്പർ ഹിറ്റായ പടങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞ ഉദയ സ്റ്റുഡിയോയുടെ ഭാഗ്യ താരമായിരുന്നു വിജയ് ശ്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഉദയ സ്റ്റുഡിയോയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല വിജയ് ശ്രീയുടെ അഭിനയം എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ മെറിലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റുഡിയോന്റെ ബാനറിൽ കാളി എന്ന സിനിമയിലും സ്വർഗപുത്ര എന്ന് പറയുന്ന സിനിമയിലും ഒക്കെ പുള്ളിക്കാരെ അഭിനയിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല, മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിജയ് ശ്രീ മെറിലാൻഡിന്റെ 2 സിനിമകളും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 സിനിമകളും അഭിനയിച്ച് പകുതിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വണ്ടിക്കാലും പിന്നെ മറ്റേത് യൗവനം. പക്ഷേ രണ്ടും പുറത്തിറങ്ങി കേട്ടോ. എന്തായാലും 1973 വരെ വിജയ് ശ്രീ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ഉദയ സ്റ്റുഡിയോന്റെ ചിത്രങ്ങളിലാണ്. പക്ഷെ അവിടെയെല്ലാം വിജയ് ശ്രീക്ക് ലഭിച്ചത് മാദക വേഷങ്ങളായിരുന്നു. അങ്ങനെ കുറെ മാദക വേഷങ്ങൾ ചെയ്തു മടുത്ത വിജയ് ശ്രീ 1973 ശേഷം ഉദയ സ്റ്റുഡിയോയുടെ സിനിമകൾ അഭിനയിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അഭിനയിക്കണമെന്ന ആഗ്രഹം വിജയ് ശ്രീക്ക് വരികയും അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ അഭിനയിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ സ്വർഗപുത്ര എന്ന സിനിമയിൽ വേഷമിട്ടു. പിന്നീട് ജീവിക്കാൻ മറന്നു പോയ സ്ത്രീ, സുപ്രഭാതം, ഈ സിനിമകളിലെല്ലാം പുള്ളിക്കാരി വേഷമിട്ടു എന്നുള്ളതാണ്. അങ്ങനെ നീളുന്നു വിജയ് ശ്രീയുടെ കരിയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ അടിച്ച് തന്റെ കരിയറിൽ പീക്ക് ടൈമിൽ ഇരിക്കുകയാണ് അത് സംഭവിക്കുന്നത്. പൊന്നാപുരം കോട്ടയുടെ ചിത്രീകരണ ദിവസം വള്ളിയൂർ കാവിൽ എന്ന് പറയുന്ന പാട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് നസീറാണ്. പൊന്നാപുരം കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി നസീറിന്റെ കൂടെ ആൺവേഷം കെട്ടി വരുന്ന ഒരാളാണ് വിജയ് ശ്രീ എന്ന് പറയുന്നത്. പക്ഷെ നസീറിന് അറിയില്ല തന്റെ കൂടെ വരുന്നത് ഒരു പെണ്ണാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം വെള്ളച്ചാട്ടത്തിനടുക്ക് വിജയ് ശ്രീ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നസീർ അത് കാണുകയും തന്റെ കൂടെ വന്നത് ആണല്ല പെണ്ണാണെന്ന് നസീർ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു രംഗമാണത്. അതൊരു പാട്ടിലൂടെയാണ് സിനിമ കാണിക്കുന്നത്. ആ പാട്ട് ചിത്രീകരിക്കുകയായിരുന്നു എവിടെ വെച്ചിട്ട്? അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെച്ചിട്ട്. അങ്ങനെ പാട്ട് ചിത്രീകരിക്കുന്നതിനിടെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് വിജയ് ശ്രീയുടെ മേൽമുണ്ട് പറഞ്ഞു പോകുന്നു. വിജയ് ശ്രീയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണാൻ തുടങ്ങി. ഇതെന്താക്കി സംവിധായകൻ സൂം ലെൻസ് വെച്ച് ചിത്രീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വിജയ് ശ്രീ അത് ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും അവരത് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ ചിത്രങ്ങൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടു എന്ന് വിജയ് ശ്രീ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതാണ് പിന്നീട് വിജയ് ശ്രീയെ മാനസികമായി തളർത്തിയതും ആത്മഹത്യയിലേക്ക് നയിച്ചതും. മലയാള സിനിമയിലെ സ്ത്രീ ചൂഷണത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പിന്നീട് വിജയ് ശ്രീയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ ജിയോ കുട്ടപ്പൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയെ ഞാനും 70 വർഷങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് വിജയ് ശ്രീക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു. ആസം ബായ് എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ പേര്. അസീം കമ്പനി എന്ന് പറയുന്ന സിനിമ കമ്പനിയുടെ ഓണറാണ് പുള്ളിക്കാരൻ. ഒരിക്കൽ ഈ കമ്പനിയുടെ ബാനറിൽ തനി നിറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിജയ് ശ്രീ വന്നു. അവിടെ വെച്ചാണ് ആസം ബായെ വിജയ് ശ്രീ പരിചയപ്പെടുന്നത്. പിന്നീട് ആ ബന്ധം വളരുകയും പ്രണയത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ സമയത്ത് അസീം കമ്പനിയും ഉദയ സ്റ്റുഡിയോയും തമ്മിൽ ചെറിയൊരു കൊമ്പുകോർക്കൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണത്? അസീം കമ്പനി ഉണ്ണി ആർച്ചയുടെ ഒരു പടം നിർമ്മിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ ആ സിനിമ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദയ സ്റ്റുഡിയോ പ്രശ്നമുണ്ടാക്കി. എന്നാൽ അവർ ആ പ്രൊജക്ട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഉണ്ണി ആർച്ചയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു തമിഴ് നാടോടി കഥയെ ആസ്പദമാക്കിക്കൊണ്ട് അങ്കത്തട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ അസീം കമ്പനി നിർമ്മിച്ചു. അതിൽ നായകനായിട്ട് വേഷമിട്ടത് പ്രേം നസീറും നായികയായിട്ട് വേഷമിട്ടത് വിജയ് ശ്രീയുമായിരുന്നു. ആ സിനിമയിലൂടെ അസീം ബായും വിജയ് ശ്രീയും തമ്മിലുള്ള പ്രണയബന്ധം വളർന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആസം ബായും വിജയ് ശ്രീയും തമ്മിലുള്ള പ്രണയം ആസം ബായുടെ ഭാര്യ പിടിക്കുന്നത്.
അതോടെ അവർക്ക് പിരിയേണ്ടി വന്നു. അങ്ങനെ അവർ പിരിഞ്ഞു. 4 മാസത്തിന് ശേഷമാണ് വിജയ് ശ്രീയുടെ മരണ വാർത്ത കേൾക്കുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിജയ് ശ്രീയുടെ മരണശേഷം വിജയ് ശ്രീയെ കൊന്ന ഉദയ സ്റ്റുഡിയോ അധിക കാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ഉദയ സ്റ്റുഡിയോ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം പൊട്ടി പാളീസാകാൻ തുടങ്ങി. അതോടെ ഉദയ സ്റ്റുഡിയോ പൂട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ വിജയ് ശ്രീയുടെ ശാപമാകാം അത്. എന്തായാലും നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരിക്കലും വിജയ് ശ്രീ ആത്മഹത്യ ചെയ്തതല്ല. വിജയ് ശ്രീയെ കൊന്നതാണ്, മലയാള സിനിമ കൊന്നതാണ്. വിജയ് ശ്രീ മാത്രമല്ല, സിൽക്ക് സ്മിത, ശോഭ, അങ്ങനെ നീളുന്ന ലിസ്റ്റുകൾ. എന്തായാലും ഈ വിഷയം ഈ അടുത്ത കാലങ്ങളിൽ ചർച്ചാ വിഷയമായതോടെ അന്നത്തെ പൊന്നാപുരം കോട്ടയുടെ ക്യാമറമാൻ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം. സൂം വെച്ച് ഞങ്ങൾ ഒളിച്ചിരുന്നെടുത്തു വന്നാണ്. ആ പടം ത്രൂഔട്ട് ഞാൻ വർക്ക് ചെയ്ത പടമാണ്. അതിൽ ശമ്പളം പോയിട്ട് ഞങ്ങൾക്കെല്ലാം ബോണസും തന്നു 100 ദിവസം ഓടിയതുകൊണ്ട്. ആ പടത്തിൽ സൂം വെച്ചെടുക്കാൻ ഒരുമാതിരിപ്പെട്ട നടിയൊക്കെ ഈ സൂം ലെൻസ് കാണുമ്പോഴേ അറിയാം. അവർക്ക് ഫോട്ടോഗ്രാഫി അറിയില്ലെങ്കിൽ ഈ സൂം ലെൻസാണെന്നറിയാം. അപ്പോൾ സൂം ലെൻസ് വെച്ച് ഞങ്ങൾ ഒളിച്ചിട്ട് പാർത്ഥസാരഥി പറയുമ്പോഴേക്ക് ആ കുട്ടി ചെയ്തു, ഞങ്ങൾ എടുത്തു എന്നല്ലാതെ ഈ പടത്തിൽ അന്ന് പ്രത്യേകിച്ച് 72 സെൻസർ ചെയ്ത പടമാണ്. അതിൽ വർക്ക് ചെയ്ത് ഞങ്ങൾ പറയുന്നതാണോ സത്യം, വർക്ക് ചെയ്യാത്ത വെളിയിൽ നിന്ന് പറയുന്ന ആണോ സത്യം? ഒരിക്കലും ഒളിച്ചിരുന്നെടുത്തതല്ല, അവരുടെ പെർമിഷനോട് കൂടി എടുത്തതാണ്. അത് ശരി, പെർമിഷനോട് കൂടി എടുത്തതാണ് അല്ലേ? അവർ ആവശ്യപ്പെട്ട പ്രകാരം ചെയ്താണെന്ന് കൂടി പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോ നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറയാൻ ആ പാവം ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പൊ എന്തും ആ പാവത്തിനെതിരെ അടിച്ചിറക്കാം, എല്ലാം ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കാം അല്ലേ? എന്തായാലും കിടന്നോട്ട കുറ്റം മൊത്തം വിജയശ്രീന്റെ തലയിൽ. ബാക്കി പറഞ്ഞ പ്രത്യേകിച്ച് സാധാരണക്കാരിലൊരു നടിയാണ്. നടിയെന്ന് കുളിക്കുമ്പോൾ 10 കൂടിയില്ലേ, അവരെല്ലാം മാറ്റിയിട്ട് ആണ് ഞങ്ങളിത് എടുത്തത്. സുമിച്ച് ഒളിച്ചിരുന്നെടുത്തതല്ല, പറയുമ്പോലെയൊക്കെ ചെയ്തു. ഈ ഒരു സംഭവത്തോടെയാണോ വിജയ് ശ്രീ ഉദയയിൽ അഭിനയിക്കാതെയായതും അവരുടെ ആത്മഹത്യക്ക് കാരണമായതും? അതല്ല, അതതിന് ശേഷമല്ല. അതെന്ന് വെച്ചാൽ ആ സംഭവം ഇങ്ങനെ ഒളിച്ചിരുന്നെടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഉദയ പിന്നെ വിളിക്കാറായി. നസീർ സാറിൻ്റെ പടങ്ങളിലേക്ക് ഇവനിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാറായി. അങ്ങനെ പടം എണ്ണം കുറഞ്ഞു. അപ്പോൾ തള്ള പഴയതുമല്ല, തമിഴിലും തെലുങ്കിലും തുണി അടിച്ചു ഡാൻസ് സീനൊക്കെ എടുക്കാൻ നിർബന്ധിച്ചു. അങ്ങനെയാണ് വർഷം അടിച്ചു. കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവർ മരിച്ചതെന്നൊരാളെ. അപ്പം ഞാൻ കോട്ടയത്തു. എന്നിട്ടും സംശയം, അന്ന് ശങ്കരൻ നായർ മരിച്ചിട്ടില്ല, സിനിമാ മാസികയുടെ എഡിറ്റർ. അങ്ങനെയൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അതൊന്ന് കാര്യം ശരിയാണെന്ന് വിഷം അടിച്ചത്. അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ? തമിഴിലും തെലുങ്കിലും ഒക്കെ തുണി അയച്ചിടാൻ നിർബന്ധിച്ചിട്ട് വിഷടിച്ച് മരിച്ചതാണല്ലേ? അതല്ലാതെ നിങ്ങൾ കൊന്നതല്ല. വിജയ് ശ്രീനെ ഇങ്ങേര് അഭിസംബോധന ചെയ്യുന്ന രീതിനെ കേട്ടില്ലേ, തള്ളാന്നുള്ളത്. അതിൽ തന്നെ പുള്ളിക്കാരന്റെ ഡിസ്റെസ്പെക്ട് മുഴുവൻ നേലിച്ച് കാണുന്നുണ്ട്. എന്തായാലും വൈകല് കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയായാലും മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ ഏറ്റവും ഉന്നത ഉദാഹരണമാണ്, ഉത്തമ ഉദാഹരണമാണ് വിജയ് ശ്രീ എന്ന് പറയുന്നത്. ഇതുപോലെ എത്ര ആളുകൾ അല്ലെ പുറലോകം അറിയുന്നതും അറിയാത്തതുമായിട്ട്. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.